മത്സരത്തിൽ 72% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിരുന്നു. 21 തവണയാണ് അവർ ഹൾ സിറ്റിയുടെ ബോക്സിലേക്ക് ഷോട്ടുകൾ പായിച്ചത്. എന്നാൽ 5 ഷോട്ടുകൾ മാത്രമാണ് ടാർഗറ്റിലേക്ക് പോയത്. ലഭിച്ച 2 ഗോൾഡൻ ചാൻസുകൾ യുണൈറ്റഡ് നഷ്ടമാക്കുകയും ചെയ്തു. 5-4-1 ഫോർമേഷനിൽ പ്രതിരോധിക്കാൻ ഉറച്ചു തന്നെയാണ് ഹൾ സിറ്റി കളത്തിലെത്തിയത്. കിട്ടുന്ന അവസരങ്ങളെ ഗോളാക്കി മാറ്റുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ കോർണർ ബോൾ കൃത്യമായി ക്ലിയർ ചെയ്യുന്നതിൽ യുണൈറ്റഡ് ഡിഫൻസ് പരാജയപ്പെട്ടപ്പോൾ സെമി അജായിയിലൂടെ ഹൾ സിറ്റി ആദ്യ ഗോൾ നേടി. 38-ാം മിനിറ്റിൽ റീഗൻ സ്ലേറ്റർ എടുത്ത ഫ്രീ കിക്കിൽ തലവെച്ച് ക്ലബിന്റെ റെക്കോർഡ് സൈനിങ് ആയ നോബൽ മെൻഡി ഹൾ സിറ്റിയുടെ 2ാമത്തെ ഗോളും വലയിലാക്കി. ഈ 2 ഗോളുകളും ഒന്ന് നോക്കുക. ഓപ്പൺ പ്ലേയിൽ നിന്നല്ല ഹൾ സിറ്റി ഗോൾ നേടിയത്, മറിച്ച് യുണൈറ്റഡിന്റെ പ്രതിരോധത്തിലെ അലസത മുതലെടുത്താണ്. ആദ്യ പകുതിയിൽ 2 ഗോളിന് പിന്നിട്ടു നിന്നെങ്കിലും ആരാധകർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ അത്തരമൊരു തിരിച്ചുവരവ് പരകുറി കണ്ടതാണല്ലോ. പക്ഷേ ജക്രോവിച്ചിന്റെ കളിക്കാർ മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന് പ്രതിരോധം ശക്തിപ്പെടുത്തിയപ്പോൾ അതിനെ മറികടന്ന് ഗോൾ നേടുവാനുള്ള മറുമരുന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പക്കൽ ഇല്ലാതെ പോയി. മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജർ മൈക്കൽ കാരിക്ക് പരാജയത്തിൽ കടുത്ത നിരാശ പ്രകടിപ്പിച്ചു. എങ്കിലും ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയെ ഈ ഒരു തോൽവി ബാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഏരിയൽ ബോളുകൾ ക്ലിയർ ചെയ്യുന്നതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടർച്ചയായി പിഴവുകൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 2-മാൻ മിഡ്ഫീൽഡ് മധ്യഭാഗത്തുണ്ടാക്കുന്ന സ്പേസ് കവർ ചെയ്യുവാൻ ഫുൾ ബാക്കുകൾക്ക് സാധിക്കുന്നുമില്ല.